എല്ലാവർക്കും നമസ്കാരം. അന്നയ്ക്ക് വണക്കം, തന്തയ്ക്ക് വണക്കം, ആസാനക്ക് വണക്കം, 18 സിദ്ധറുകൾക്ക് വണക്കം. ഇന്ന് ഒരു ഒരു വീഡിയോ, അതായത് തണുപ്പ് സമയമല്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഇനി വാദത്തിന്റെ സീസണാണ്. അപ്പം മിക്ക ആളുകൾക്കും ഉപ്പൂറ്റി വേദന അതൊരു വിഷയം തന്നെയാണ്. അപ്പോ അതിന് ഞാൻ 2 ടൈപ്പ് റെമഡി പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോ അത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്തായാലും എല്ലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇനി അതായിട്ട് ബാക്കി വയ്ക്കണ്ട. അതുകൊണ്ട് ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. ഈ 3 ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സകലമാന വീഡിയോസും പിന്നെ വളരെയധികം എഫക്റ്റായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. അതിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇത് ഒന്നിലധികം ഒരു അസുഖത്തെ കുറിച്ച് ഒന്നിലധികം ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പൊ അത് ശരിയല്ലേ, ആദ്യം പറഞ്ഞത് എന്താ എഫക്റ്റ് കുറവാണോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നുവോ അത് നിങ്ങൾക്ക് ചെയ്താൽ ഗുണം കിട്ടും. അതിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഉപ്പൂറ്റി വേദനയ്ക്കുള്ള ഒരു പാരമ്പര്യ വൈദ്യ മുറയാണ് ഇന്ന് എല്ലാവർക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്ത് നമ്മുടെ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഈ ഉപ്പൂറ്റി വേദന എന്തുകൊണ്ടാണ് വരുന്നത് ആദ്യം നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ പെർസെൻറ്റേജ് കൂടുമ്പോഴാണ് ഇത് അവിടെയാണ് വന്ന് പടിയുന്നത്. ഈ ഉപ്പൂറ്റി കാൽപാദത്തിലാണ് ഇവൻ ആദ്യം വന്ന് ഇറങ്ങുന്നത്. അപ്പോ അങ്ങനെയാണ് ഈ ഉപ്പൂറ്റി വേദന എന്ന് പറയുന്ന സംഗതി നമുക്ക് സ്റ്റാർട്ടിങ് ആവുന്നത്. അത് കൂടാതെ കൂടുതൽ നേരം തണുപ്പിൽ നിന്നാലും ഇത് ഉണ്ടാകും. കാരണം വാതക്കൂറുള്ള ശരീരപ്രകൃതിയുള്ള ആളുകൾ ടൈൽസ്, മാർബോണൈറ്റ്, ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്ന തറയിട്ടിരിക്കുന്ന വീടുകളിലുള്ള സഹോദരിമാർക്കും പ്രേക്ഷകർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ചെറുപ്പക്കാരായ കുട്ടികൾക്കും ഇവർക്കെല്ലാം ഈ വാതക്കൂറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കാലുവേദന, ഉപ്പൂറ്റി വേദന ഇത്യാദിയുള്ള വിഷയങ്ങൾ അവർക്ക് വന്നേ തീരൂ. ഒരു തർക്കവുമില്ല അതിനകത്ത്. അപ്പൊ അതിന് എന്താണ് ഒരു പൊടിക്കൈ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വീട്ടിനുള്ളിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ചെരുപ്പ് മേടിച്ചങ്ങ് ഇടുക, അത്രയേ ഉള്ളൂ. കാരണം ഈ ടൈൽസിലും ഈ ഗ്രാനൈറ്റിലും അതേപോലെ തന്നെ ഈ മാർബോണൈറ്റിലും ഇതിനകത്തെല്ലാം ഒരു കൂളിംഗ് പിന്നെ പ്രോസസ് ഉണ്ട്. കൂളിംഗ് ഉണ്ട്, സ്വതവേ അതിനകത്ത് ഉള്ളതാണ്. പ്രകൃതി തന്നെ അതിന് അങ്ങനെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ നമ്മളുടെ കാൽപാദത്തിലുള്ള ആ ഒരു സെല്ലുകളെല്ലാം അങ്ങ് തണുത്ത് മരവിക്കും. അപ്പൊ അവിടെ വരുന്ന ബ്ലഡുകൾ മേപ്പോട്ട് പോകത്തില്ല, അവിടെ തന്നെ തങ്ങി നിൽക്കും. അപ്പൊ കാലുപെരുപ്പ്, അപ്പൊ ഉടനെ ബ്ലഡ് പോകാതെ വരുമ്പോഴത്തേക്ക് അവിടെ വേദന ഉണ്ടാകാൻ തുടങ്ങും. ഇതാണ് സംഭവം. അങ്ങനെയും വരും. ഇതേപോലെ യൂറിക് ആസിഡ്, പിന്നെ ഈ യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോഴും ഇത് നമുക്ക് ഉണ്ടാകും. അപ്പോ ഇതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യമായിട്ട് അരി കഴുകിയ വെള്ളം എടുക്കുക. നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ അരി കഴുകുമല്ലോ, ആ വെള്ളം ആദ്യത്തെ എടുക്കുക, രണ്ടാമത്തെ എടുക്കുക. എടുത്ത് ഒരു ലിറ്റർ എടുക്കുക. എടുത്തിട്ട് അത് അടച്ചു വെച്ചേക്കുക. ഒരു 24 മണിക്കൂറിന് ശേഷം അവനെ എടുക്കുമ്പോൾ അത് പുളിപ്പ് നിറഞ്ഞതായിരിക്കും. കാരണം അതിനകത്ത് ചില രാസ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് പുളിക്കും. ആ പുളിച്ച ആ കാടിവെള്ളമാണ് നമുക്ക് വേണ്ടിയത്. കാടിവെള്ളം എന്ന് പറയുമ്പോൾ അരി കഴുകിയ വെള്ളം, അത്രയേ ഉള്ളൂ.
അത് എടുക്കുക. എടുത്ത് 1 സ്പൂൺ ചുക്ക്, പിന്നെ 1 സ്പൂൺ ഓമം. 1 സ്പൂൺ ചുക്ക്, 1 സ്പൂൺ ഓമം. ഓമം എന്തുവാ? ചിലര് അയമോദകം എന്ന് പറയും. അത് വടക്കോട്ടാ പറയുന്നത്, ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങാടിക്കടയിൽ കിട്ടും. ഒരു കുരു എന്നും പറഞ്ഞിരിക്കും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞെന്നു തോന്നുന്നു, പച്ച കളറിൽ ഇരിക്കും. അപ്പൊ അത് 1 ടീസ്പൂൺ എടുക്കുക. ചുക്ക് 1 ടീസ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ 1/2 നാരങ്ങയുടെ നീര്, 1 നാരങ്ങ പാതിയാക്കി ആ ഒരു ഭാഗത്തിന്റെ നീര് അതും എടുക്കുക. എന്നിട്ട് 1 കൈപ്പിടി അളവ് കല്ലുപ്പ് അതെടുക്കുക. എടുത്ത് അതിനകത്തിടുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക. നന്നായിട്ട് ചൂടാക്കുക. ചൂടാക്കിയിട്ട് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ അത് ഒരു പാത്രത്തിലാക്കി കാലതിൽ മുക്കി വയ്ക്കുക, ചൂട് പോകുന്നത് വരെ. എന്നിട്ട് കാല് തുടച്ചിട്ട് മിണ്ടാതെ കയറി കിടന്നങ്ങ് ഉറങ്ങിയേക്കുക. അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് കമന്റിൽ രേഖപ്പെടുത്തിയാൽ മതി. നിങ്ങൾ ഒരുപാട് മരുന്നൊക്കെ ചെയ്തതല്ലേ, ഇതൊന്ന് ചെയ്തു നോക്ക്. എന്നിട്ട് റിസൾട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞാട്ടെ. കാര്യം ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കറിയാം അത് എന്താണ് നിങ്ങൾ പറയുന്നതെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കാൽപാദത്തിന്റെ സകലമാന പ്രോബ്ലവും മാറിക്കിട്ടും. അത്രയ്ക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളൊക്കെ ഇത് എത്രയോ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവരൊക്കെ കൈയെടുത്ത് തൊഴും നമ്മളെ കാണുമ്പോൾ. കാരണം അത്രയ്ക്ക് വേദനയാണ് അവർ തിന്നത്. എന്തെല്ലാം സൈസ് ഗുളിക, എന്തെല്ലാം സൈസ് മരുന്ന്, എന്തെല്ലാം ചികിത്സകൾ. ഇതൊന്നും ഏക്കാതെ വരുമ്പോൾ അവസാനം നേരെ ഇങ്ങോട്ട് പോയി. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുക. ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം ഉണ്ടാകും. പിന്നെ അത് മാറും. പിന്നെ അത് വരില്ല. ചുരുങ്ങി അത് ഒരു 10 ദിവസം ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടുക, വീണ്ടും ചെയ്യുക. പിന്നെ ലാസ്റ്റ് നിർത്തുമ്പോൾ ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് അങ്ങ് നിർത്തി വയ്ക്കുക. പിന്നെ അത് വരില്ല. അത്രേ ഉള്ളൂ. ഇതൊന്നും വലിയ വിഷയങ്ങളൊന്നും ഉള്ള കാര്യമൊന്നും അല്ല ഇത്. അപ്പൊ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നല്ല ഒരു ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.